പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, തിരുസഭയിലെ ഏറ്റവും വലിയ തിരുനാൾ ദിവസങ്ങളിൽ ഒന്നാണിത്. വിശുദ്ധ കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ സെപ്റ്റംബർ 14. ഈ ഏലിയ സ്ലീവ മൂശക്കാലങ്ങളുടെ കേന്ദ്ര തിരുനാൾ ദിവസം കൂടിയാണിന്ന്. നമുക്ക് ഈശോയുടെ രക്ഷാകരമായ കുരിശിന്റെ അനുഗ്രഹം ജീവിതത്തിൽ സമൃദ്ധമായി കിട്ടാൻ ഈ തിരുനാൾ ആഘോഷവും ഈ ദിവസത്തിൻ്റെ അനുഗ്രഹങ്ങളും നമ്മളെ സഹായിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ തിരുനാളിൻ്റെ മംഗളങ്ങളും ഏവർക്കും സ്നേഹപൂർവ്വം നേരുന്നു. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അനുഭവമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മുടെ ധ്യാന വിഷയം. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ കുർബാനയുടെ ഏറ്റവും നല്ല സൂചകമാണ് ഈ സംഭവം. ഇതിൽ വചനം വ്യാഖ്യാനിക്കുന്ന ഭാഗമുണ്ട്, വചനം കേൾക്കുന്നവരുണ്ട്, വചനം വ്യാഖ്യാനം നടത്തുന്നവരുണ്ട്, സാക്ഷ്യം പറയുന്നവരുണ്ട്, അപ്പം മുറിക്കൽ നടത്തുന്ന സന്ദർഭമുണ്ട്. വിശുദ്ധ കുർബാന 2 മേശകളാണല്ലോ, വചനത്തിൻ്റെ മേശയും അപ്പത്തിൻ്റെ മേശയും. വചനം കേട്ടുകൊണ്ടിരുന്ന ആളുകൾക്ക് വചനം വ്യാഖ്യാനം കേട്ടപ്പോൾ അവരുടെ ഹൃദയം ജ്വലിച്ചു. അതുപോലെ തന്നെ അപ്പം മുറിച്ചപ്പോൾ അത് സ്വീകരിച്ച ശിഷ്യന്മാർക്ക് അവരുടെ കണ്ണുകൾ തുറന്നു. വിശുദ്ധ കുർബാനയിലും ഇത് തന്നെയാണല്ലോ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഏറ്റവും നല്ല സൂചകങ്ങളിൽ ഒന്നായിട്ട് സഭാപിതാക്കന്മാർ ഈ സംഭവം നമുക്ക് പറഞ്ഞു തരുന്നു. 2-3 കാര്യങ്ങൾ നമ്മൾ വളരെ പ്രത്യേകമായി ഇവിടെ ശ്രദ്ധിക്കുന്നത്, ഈ വചനവ്യാഖ്യാനം മുഴുവൻ നടത്തുന്നത് കുരിശിന്റെ അർത്ഥവും സഹനത്തിന്റെ പ്രാധാന്യവും കുരിശും മരണവും കൊണ്ട് തീർന്നു പോകാതെ അതിനപ്പുറത്തുള്ള ഉത്ഥാനത്തിലേക്ക് വളരുന്ന കുരിശിന്റെ മഹിമയുമാണ്. നമുക്കും അത് മനസ്സിലാക്കാനുള്ള വലിയ സന്ദർഭവും അവസരമാണ് ഓരോ ദിവസവും വിശുദ്ധ കുർബാന അർപ്പണത്തിൽ പങ്കെടുക്കുമ്പോൾ ലഭിക്കുന്നത്. 2ാമത് നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, എമ്മാവൂസിലേക്ക് യാത്ര തിരിച്ചപ്പോഴത്തെ ആ അവസ്ഥയിലല്ല ആ ശിഷ്യന്മാർ 2 പേര് എമ്മാവൂസിൽ എത്തിച്ചേരുന്നത്. അവർ യാത്ര തിരിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഒത്തിരിയേറെ സംശയങ്ങൾ, പരസ്പരം വിശ്വാസമില്ലായ്മ, ഈ പല കാര്യങ്ങളും ഉള്ളപ്പോഴും അവരുടെ കൂടെ യാത്രക്കിടയ്ക്ക് വന്ന് ചേർന്നയാൾ അവർക്ക് വചനം വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ അവരുടെ പല പ്രശ്നങ്ങൾക്കും ഉത്തരവുണ്ടാകുന്നു. നമുക്കും ദൈവം ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിലും സുവിശേഷത്തിലും നൽകുന്ന, അതിൻ്റെ വ്യാഖ്യാനത്തിലും നൽകുന്ന വലിയ അനുഗ്രഹവും ഇതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ പല അവസരങ്ങളിലും നമുക്ക് സംശയങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമ്പോഴും ദൈവം നമ്മുടെ കൂടെ വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്ന് നമുക്ക് വചനം വ്യാഖ്യാനിച്ചു തരുമ്പോൾ നമ്മുടെ പല സംശയങ്ങളും മാറുന്നു, നമ്മുടെ ഹൃദയം ജ്വലിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. അവർ പുതിയ വ്യക്തികളായി ആ താമസ സ്ഥലത്തേക്ക് താമസിക്കാൻ കയറുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വചന വ്യാഖ്യാനത്തിന് ശേഷം അവർ ഭക്ഷണമേശയ്ക്ക് ചുറ്റും ഇരിക്കുന്നു. അവിടെ അപ്പം മുറിക്കപ്പെടുന്നു. അപ്പോൾ അവരുടെ കണ്ണും തുറന്നു. അവർക്ക് എല്ലാം കൂടുതൽ വ്യക്തമായി സുവിശേഷത്തിന്റെ അർത്ഥം, ഈശോയുടെ സഹനത്തിന്റെ അർത്ഥം മനസ്സിലാക്കാനും മനസ്സിൽ സ്വീകരിക്കാനും സാധിക്കുന്നു. ഓരോ വിശുദ്ധ കുർബാനയും നമ്മളെയും ഇതുപോലെ മാറ്റുന്നുണ്ട്. നമ്മളതൊരുപക്ഷെ ഗൗരവമായി എടുക്കാത്തത് കൊണ്ടോ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ടോ അതിനെക്കുറിച്ച് ഗൗരവമായി മനസ്സിലാക്കാത്തത് കൊണ്ടോ ആണ് നമുക്ക് ആ വ്യത്യാസം ഒരുപക്ഷെ ജീവിതത്തിൽ തോന്നാത്തത്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അതേ അനുഭവം ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന വിശുദ്ധ കുർബാനയുടെ ആ സ്വർഗീയ അനുഗ്രഹത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നമ്മൾ ഈ സംഭവം വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ 2 കൂട്ടം ആളുകൾ അവർക്ക് കിട്ടിയ അനുഭവങ്ങൾ അതേക്കുറിച്ച് തുടർന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചുകൂടിയാണ് നമ്മൾ വായിക്കുന്നത്. വഴിയിൽ വെച്ച് സംസാരിച്ചപ്പോൾ ഹൃദയം ജ്വലിച്ച കാര്യങ്ങൾ ഈ 2 ശിഷ്യന്മാർ പറയുന്നു. അതോടൊപ്പം മറ്റു ശിഷ്യന്മാർ അവർക്ക് അപ്പം മുറിക്കലിലും മറ്റവസരങ്ങളിലും കിട്ടിയ ആ സ്വർഗീയമായ അനുഭവത്തെക്കുറിച്ച് പറയുന്നു. ഇവർ പരസ്പരം അവർക്ക് ലഭിച്ച അനുഭവങ്ങൾ പരസ്പരം പറയുകയാണ്. നമ്മുടെ ദേവാലയത്തിലുള്ള വിശുദ്ധ കുർബാന അർപ്പണത്തിന് ശേഷവും ഈ ഇത്തരം സംസാരങ്ങൾ തുടരണം. തങ്ങൾ ഓരോരുത്തർക്കും ലഭിച്ച ദൈവികമായ അനുഗ്രഹവും അവരുടെ അനുഭവങ്ങളും അവർ പരസ്പരം പങ്കുവയ്ക്കുമ്പോൾ വിശുദ്ധ കുർബാന പ്രായോഗിക ജീവിതത്തിൽ തുടരുകയാണ്. അതിൻ്റെ ചൈതന്യം തുടർന്നുകൊണ്ടു പോകാൻ നമുക്ക് സാധിക്കുകയാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ പങ്കെടുക്കുന്ന വിശുദ്ധ കുർബാനകൾ അവിടെ ആ ദേവാലയത്തിൽ അതെല്ലാം തീർന്ന് കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്നു എന്ന ചിന്തയിലല്ലാതെ
പള്ളിയിൽ സ്വീകരിച്ച് വിശുദ്ധ കുർബാനയും ഉള്ളിൽ സ്വീകരിച്ച ഈശോയെയും നമ്മുടെ ജീവിത ഇടങ്ങളിലേക്ക് കൂടി കൊണ്ടുപോകാനും നമുക്ക് ബാക്കിയുള്ളവരോട് നമുക്ക് ലഭിച്ച അനുഭവം സ്നേഹത്തോടെ സംസാരിക്കാനും സാധിക്കുമ്പോൾ ഈശോയുടെ ഉയർപ്പിൻ്റെ അനുഭവം നമ്മളെല്ലാവരിലൂടെയും ഈ ലോകത്തിൽ തുടരുകയാണ്. അതിന് നമുക്ക് സാധിക്കട്ടെ. അതിന് ഈ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ദിവസം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തിരുനാൾ വന്നല്ലോ. പ്രത്യേകിച്ച് കുരിശിൻ്റെ മഹിമയും അതിൻ്റെ ശ്രേഷ്ഠതയും കുരിശ് രക്ഷയാണെന്നുള്ള ബോധ്യവും ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ അനുഗ്രഹീത ദിവസത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിശുദ്ധ കുർബാനയിൽ എന്നും അങ്ങയെ കേൾക്കാനും അങ്ങയെ സ്വീകരിക്കാനും ലഭിക്കുന്ന അനുഗ്രഹത്തെയും നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധ കുർബാന ദേവാലയത്തിൽ അർപ്പിച്ച കാര്യം മാത്രമായി നിന്നു പോകാതെ ജീവിത ഇടങ്ങളിലേക്ക് അതിൻ്റെ സജീവ സാക്ഷികളായി മാറുവാനും ഞങ്ങളുടെ പ്രവൃത്തി ഇടങ്ങളിലേക്ക് അതിൻ്റെ ചൈതന്യം പ്രസരിപ്പിക്കുവാനും ഞങ്ങൾ കണ്ടുമുട്ടുന്നവരോട് സംസാരിച്ച് അത് കൂടുതൽ ജ്വലിപ്പിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.